അനക ഒരു പടം വരയിലാണിപ്പോൾ. എന്ത് പടം വരയ്ക്കുന്നത് അനകെ? ചെമ്പരത്തിയും ആ ഓക്കെ. അമ്മയെ നോക്കിയ അനക വരച്ചു. അനക്കയുടെ ഈ പ്രശ്നം ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് അനക്കയുടെ 2.5 വയസ്സിലാണ്. അവൾക്കൊരു ചെറിയ സാധാ ഒരു പനി വന്നു. അങ്ങനെ നമ്മളൊരു വീട്ടിനടുത്തുള്ള പീഡിയാട്രീഷ്യനെ കാണിക്കാൻ പോയി. അദ്ദേഹമാണ് ഇവളുടെ കുട്ടിയുടെ ഐ കോണ്ടാക്റ്റ് ശരിയല്ല എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ കൊണ്ടുപോയി അനഘയെ കാണിക്കുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾക്കൊരു മരവിപ്പ് പോലെയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ ഓട്ടിസത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പോഴും വലുതായിട്ട് അറിയാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചതിനേക്കാൾ കൂടുതലാണല്ലോ പഠിക്കാനുള്ളത്. അതുകൊണ്ട് മുഴുവനെ അറിയില്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ഞങ്ങൾ കുറേ ഇവർക്ക് തെറാപ്പി നടത്തിയതിൽ നിന്നും ഇവിടെ പോലത്തെ കുട്ടികളെ കണ്ടതിൽ നിന്നും കുറച്ച് പാഠങ്ങൾ പഠിച്ചു. അനഘ ആദ്യമൊക്കെ എന്താ വെച്ചാൽ നമ്മൾ തെറാപ്പിക്ക് കൊണ്ടുപോയിട്ടിരുന്നപ്പോഴും അനഘയ്ക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ അനഘ നമ്മുടെ ഡ്രസ്സിൽ പിടിച്ച് വലിക്കും. എന്നിട്ട് ആ സാധനത്തിനടുത്ത് കൊണ്ടുപോയി നമ്മൾ നിർത്തിയിട്ട് നമ്മുടെ കൈ മുട്ടിൽ അവളുടെ കൈ കൊണ്ടിങ്ങനെ പുഷ് ചെയ്യും. അപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ മേളിലോട്ട് പൊങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കും അവൾക്ക് ഇന്ന സാധനം വേണം എന്ന്. അങ്ങനെ ഞങ്ങൾ ആ സാധനമൊക്കെ എടുത്തു കൊടുത്തോണ്ടിരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ അവളെ വേറൊരു തെറാപ്പി സെൻറ്ററിൽ കൊണ്ടുപോയപ്പോൾ അവിടെ പോയി 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അനഘ ചൂണ്ടിക്കാണിക്കാൻ പഠിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാതെ കുട്ടിക്കൊന്നും കൊടുക്കരുതെന്ന്. അത് അനഘ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ അത്രയും ഒരു ഡെവലപ്മെൻറ്റാണ് വന്നത്. ആ സമയം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മായിയമ്മയുടെ മരണം സംഭവിച്ചു. ആ മരണം സംഭവിച്ച ദിവസങ്ങൾക്കിടയ്ക്ക് അനഘയെ പെട്ടെന്ന് കാണാതായി. ഞങ്ങളെല്ലാവരും വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഞാനും എൻ്റെ ഭർത്താവും ശരിക്കും ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥയിലായിപ്പോയി. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ തന്നെ ആയിപ്പോയി പാവം. ഞാനാണെങ്കിൽ ഇവിടെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം അന്ന് അവസാനിക്കുമെന്ന് കരുതിയിരുന്നതാണ്. ആ ഗ്യാപ്പ് എനിക്ക് എന്തുമാത്രം വലുതാണെന്ന് അത് കാണിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു, ഇവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇവളുടെ കാര്യങ്ങൾ പറയിക്കണം. അവളുടെ സെൽഫായിട്ട് അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ അവൾ പഠിച്ചിരിക്കണം എന്നുള്ള ഇതിനു വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചു. ഞങ്ങളുടെ ആ ഒരു യാത്ര വളരെയധികം ഞങ്ങൾക്ക് അനഘ ഞങ്ങളുടെ കൂടെ നിന്നു. അനഘയ്ക്ക് മാറ്റങ്ങൾ പതുക്കെ വന്നു. അന്നത്തെ ആ അനഘയെ കാണാതായ സംഭവം അനഘ ആരും തട്ടിക്കൊണ്ട് പോയതൊന്നുമല്ല കേട്ടോ. അനഘയ്ക്ക് അറിയില്ല ഒന്നും. അനഘ വീട്ടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു തോടിൻ്റെ അടുത്ത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തായിട്ടൊരു വലിയ ഒരു പറമ്പുണ്ട്. ആ പറമ്പിൽ അനഘ ഇരിക്കുകയായിരുന്നു. ഒരു ചെറിയ ഒരു ചാലിൻ്റെ